ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ഡി.ജെ.എസിന് 4 സീറ്റ് നൽകിയാൽ മതിയെന്ന് ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. അധികം സീറ്റ് വേണമെന്ന ബി.ഡി.ജെ.എസ് ആവശ്യത്തിൽ ഇനി ചർച്ച വേണ്ടെന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. ജയേഷ് രാഘവനുണ്ട് വിശദാംശങ്ങളുമായി. ജയേഷ്, എന്തൊക്കെ നിലപാടുകളാണ് ബി.ജെ.പി ഉന്നയിച്ചത്? വിശദാംശങ്ങൾ എന്താണ്? ഇന്ന് രാവിലെ 11 മണിക്കാണ് കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് സമരം മാറ്റുമ്പോൾ പാർട്ടി പൊതുജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യമായെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആരോപണം. വി മുരളീധരനെ അനുകൂലിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരായുള്ള ഒരു വിമർശനം കൂടിയായിരുന്നു ഇത്. എന്നാൽ കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അത്തരം പരാമർശങ്ങൾ വേണ്ടെന്നും സമരത്തിന് പല ഘട്ടങ്ങളിലുണ്ടെന്നും ആ ഒരു ഘട്ടമാണ് തിരുവനന്തപുരത്ത് നടന്നെന്നും പറഞ്ഞ് ശ്രീധരൻപിള്ളയ്ക്ക് പ്രതിരോധം തീർത്തു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയും സമരം വിജയിച്ചു, ഇനി തെരഞ്ഞെടുപ്പ് വിജയമാണ് വേണ്ടതെന്ന അഭിപ്രായമാണ് യോഗത്തിൽ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ എൻ.ഡി.എ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഗൗരവമായ ചർച്ചകൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ മാത്രം 5 സീറ്റ് വരെ ബി.ഡി.ജെസിന് നൽകാം, അല്ലെങ്കിൽ തുഷാർ മത്സരിക്കുന്നില്ലെങ്കിൽ 4 സീറ്റിൽ കൂടുതൽ ബി.ഡി.എസിന് നൽകരുതെന്നാണ് കോർ കമ്മിറ്റി യോഗത്തിൽ